അതിവിശുദ്ധൻ കേരുവിന്മേൽ വസിക്കുന്നോനേ, താഴ്മയുടെ യാഗമായി തിരുമുൻപിൽ വണങ്ങിടുമ്പോ. എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ ഒരു വചനമേ ഉള്ളൂ. എന്താണ്? ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന് പറയുന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം. എന്തുകൊണ്ട്? ലോകത്തിൽ ജനിച്ചിട്ടുള്ള സകല മനുഷ്യരും എങ്ങനെയുള്ളവരാണ്? പാപികളാണ്. അപ്പോൾ യേശുക്രിസ്തു ലോകരക്ഷകനാകുന്നത്, ലോകവിമോചകനാകുന്നത്, എല്ലാവരുടെയും വിമോചകനാകുന്നത് ഒരൊറ്റ കാര്യത്തിലാണ്. എന്ത് കാര്യത്തിൽ? അവൻ നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന പേർ വിളിക്കണം. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അപ്പം അതുകൊണ്ട് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവർ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എന്ത്? അവർ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പ്രഥമമായി പാപങ്ങളുടെ വിമോചനത്തിന് വേണ്ടി ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രൻ എന്ന നിലയിലായിരിക്കണം. അങ്ങനെയാണ് അപ്പോസ്തലന്മാർ, സുവിശേഷകർ നമുക്ക് യേശുവിനെ പരിചയപ്പെടുത്തി തരുന്നത്. മറ്റു കാര്യങ്ങൾ കർത്താവ് ചെയ്യത്തില്ലേ? തീർച്ചയായിട്ടും ചെയ്യും. കാര്യം അവൻ മനസ്സലിവുള്ളവനാണ്. അവൻ മനസ്സലിവുള്ളവനായതുകൊണ്ട് നമ്മൾ ചില അബദ്ധങ്ങൾ കാണിച്ചാലും, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികൾ വരുന്നതൊന്നും സ്വാഭാവികമായി വരുന്നൊന്നുമല്ല. നമ്മൾ പലപ്പോഴും എന്ത് കാണിച്ചിട്ടാ? വല്ല അബദ്ധങ്ങളൊക്കെ കാണിച്ചിട്ടാണ്, പല അബദ്ധങ്ങൾ കാണിച്ചിട്ടാണ്, പല മിസ്റ്റേക്സ് കാണിച്ചതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ആളുകളോട് ചെന്ന് ചോദിച്ചാൽ ഉടനെ നീ എന്തോ ഓർത്തോണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കും. ഒന്നും ഓർത്തോണ്ടല്ലേ, ഇങ്ങനെയൊക്കെ വരുമെന്ന് ഓർത്തായിരുന്നെങ്കിൽ നേരത്തെ ചെയ്യത്തില്ലായിരുന്നു, ഇല്ലേ? ഒന്നും ഓർത്തോണ്ട് ചെയ്തതൊന്നും അല്ല, ഇങ്ങനെ സംഭവിച്ചു പോയി. പക്ഷേ ഈ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രം കർത്താവ് അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കത്തില്ല. കർത്താവ് പറഞ്ഞു, മോനെ നീ ഒത്തിരി അബദ്ധം കാണിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് ഒന്നും നീ പറയണ്ട. നീ ഇപ്പം ഇങ്ങനൊരു പ്രതിസന്ധിയിലാണെന്നുള്ളത് എനിക്കറിയാം, ഞാൻ നിന്നെ സഹായിക്കാൻ തയ്യാറാണ്. കാര്യം കർത്താവ് എങ്ങനെയുള്ളവനാണ്? മനസ്സലിവുള്ളവനാണ്, കരുണയുള്ളവനാണ്, അവൻ മേഴ്സിഫുള്ളാണ്, അവൻ കമ്പാഷൻ ഉണ്ട് അവന്. അതുകൊണ്ട് അവൻ തൻ്റെ കരുണ നമ്മളോട് കാണിക്കും. നമ്മളുടെ അബദ്ധങ്ങൾ നമ്മൾ വരുത്തി വെച്ച അബദ്ധങ്ങളെപ്പോലും മാറ്റി അവൻ എന്ത് ചെയ്യും? നമ്മളെ സഹായിക്കും. അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഒരു പ്രസംഗകൻ അല്ലെങ്കിൽ നിങ്ങൾ സാക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. പക്ഷേ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ അവൻ പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന വിമോചന സന്ദേശം പറയാതെ നിങ്ങൾക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് എത്ര കടമുണ്ടായാലും, എത്ര പ്രതിസന്ധി ഉണ്ടായാലും, എത്ര രോഗമുണ്ടായാലും അതിലെല്ലാം നിങ്ങളെ സഹായിക്കാൻ ഒരു പക്ഷേ വേറെ ആർക്കെങ്കിലുമൊക്കെ കഴിഞ്ഞിരുന്നേനെ. സം അതർ പീപ്പിൾ ഓൾസോ കുഡ് certainly help you. ഏതെങ്കിലും രീതി. ഇപ്പോൾ ധനികനായ ഒരു വ്യക്തി നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കടം മാറ്റാൻ പറ്റത്തില്ലേ? നിങ്ങളെക്കാൾ വളരെ ധനികനായ ഒരു വ്യക്തി നിശ്ചയിച്ചാൽ നിങ്ങളെ കടം മാറ്റാൻ പറ്റത്തില്ലേ? ഇല്ലേ? യേശു വന്നില്ലെങ്കിൽ തന്നെ എത്രയോ പേരുടെ കടം അവരുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒക്കെ അങ്ങനെ കുറവാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. സോ യേശുവിൻ്റെ ഇടപെടലില്ലാതെ തന്നെ വേണമെങ്കിൽ ഒരാൾക്ക് ഇതൊക്കെ ചെയ്യാം. അതിനുദാഹരണമായിട്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വാക്യങ്ങൾ എടുത്ത് വായിക്കുകയല്ല, ഞാൻ സ്റ്റോറി നിങ്ങൾക്കറിയാം. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഇതിനകത്തെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അന്ന് യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ പോയ ആളുകൾ ഒരാൾ പോലും അപ്പം കിട്ടുമെന്ന് വെച്ച് പോയവരല്ല. ആണോ? അവരാരും അപ്പം കിട്ടുമെന്ന് വെച്ച് പോയതല്ല. അവരെല്ലാവരും യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ പോയതാ. യേശു അവിടെ നോട്ടീസ് അടിച്ചോ? യോഗത്തിന് ശേഷം ഉച്ചഭക്ഷണവും ക്രമീകരിക്കുന്നതാണെന്നുള്ള നോട്ടീസ് അടിച്ചോ? ഒന്നുമില്ലല്ലോ. പക്ഷെ എന്താണ്? യേശുവിൻ്റെ മനസ്സലിവ് കൊണ്ട് യേശു അവരെ വിശന്നവരായി വിടുവാൻ മനസ്സില്ലാത്തത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? അവർക്ക് ഭക്ഷണം കൊടുത്തു. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇന്നലെ വന്ന ഒരു വ്യക്തിയും അപ്പം തിരക്കി വന്നവരല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ പിറ്റേ ദിവസം യോഗം കേൾക്കാൻ വന്നവർ പിറ്റേ ദിവസം ചെന്നത് എന്തിനാണെന്നറിയാമോ? പ്രസംഗം കേൾക്കാനല്ല, അപ്പം തിരക്കിയാണ് വന്നത്. ഇതാണ് വാസ്തവത്തിൽ അപ്പം കൊടുക്കുമ്പോഴുണ്ടാകുന്ന അപകടം എന്ന് പറയുന്നത്. പ്രസംഗം കേൾക്കാൻ വരുന്നവനുകൂടെ നാളെ തൊട്ട് അപ്പം തിന്നാൻ വരുമെന്നുള്ളതാണ്. അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അവരിതൊന്നും ഓർത്തൊന്നുമല്ല. ആദ്യത്തെ ദിവസം വന്നത് അപ്പം തിരക്കി ഒന്നുമല്ല വന്നത്. പക്ഷെ ഒരു ദിവസം അപ്പം കിട്ടിയപ്പോൾ പിറ്റേ ദിവസം അവർക്ക് പ്രസംഗം വേണ്ട, എന്തോ മതി, അപ്പം മതി. ഇതാണ് വലിയൊരു അപകടം. അത് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു അപകടകരമായ ഒരു കാര്യമാണ്. പക്ഷെ കർത്താവ് അപകടം പെട്ടെന്ന് തന്നെ മണത്തറിഞ്ഞു. കർത്താവ് അതുകൊണ്ട് പിറ്റേ ദിവസം അവർക്ക് എന്ത് ചെയ്തില്ല? അപ്പം കൊടുത്തില്ല. അപ്പോൾ അപ്പം കൊടുക്കാനൊരു സമയമുണ്ട്, അപ്പം നിഷേധിക്കാനും ഒരു സമയമുണ്ട്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ 2 സമയങ്ങളും ഉണ്ട്. അപ്പം കൊടുക്കാനൊരു സമയമുണ്ട്, അപ്പം നിഷേധിക്കാനുമുള്ള സമയമുണ്ട്. പിറ്റേ ദിവസം
കർത്താവ് പറഞ്ഞു, ഇന്നലെ മനസ്സലിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? അപ്പം തന്നു. പക്ഷേ നിങ്ങൾ അപ്പം തിന്നു, അടയാളം കണ്ടില്ല. അതിനോട് ചേർന്ന് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി അല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംക്ഷിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. എന്താ അതിൻ്റെ അർത്ഥം? ഇന്നലെ ഞാൻ തന്ന അപ്പം നശിച്ചു പോകുന്ന ആഹാരമായിരുന്നാണ് കർത്താവ് പറയുന്നത്. നശിച്ചു പോയതുകൊണ്ടാണല്ലോ ഇന്ന് അത് വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ പിന്നെ വേണ്ടി വരത്തില്ലല്ലോ. ഇന്നലെ കൊടുത്ത ഭക്ഷണം നശിച്ചു പോകുന്നതല്ലായിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് വിശക്കുമായിരുന്നോ? ഇല്ല. അപ്പം അതിൻ്റെ അർത്ഥം ഒരു ദിവസത്തേക്ക് മാത്രമേ കർത്താവ് കൊടുത്ത അപ്പം അവർക്ക് പ്രയോജനപ്പെട്ടുള്ളൂ. പിറ്റേ ദിവസം അവർക്ക് എന്തില്ല? അവർക്ക് അപ്പമില്ല, അവർക്ക് വിശപ്പുണ്ട് താനും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അപ്പം കർത്താവ് തന്നതാണെങ്കിലും ഭൂമിയിലെ അപ്പം ആര് തന്നല്ല, കർത്താവ് തന്നതാണെങ്കിലും പിറ്റേ ദിവസം വിശക്കും. കാര്യം ഒരിക്കലും നിങ്ങൾ ആ അപ്പത്തിലല്ല ആശ്രയം വെക്കേണ്ടതെന്ന് കർത്താവ് പറയുകയാണ്. കാര്യം ആ അപ്പം തിന്ന നിങ്ങൾക്ക് ഇന്ന് എന്തില്ല? നിങ്ങൾ അത് നശിച്ചു പോകുന്ന ആഹാരമായിരുന്നു, ഇപ്പോൾ നിലനിൽക്കുന്നില്ലല്ലോ. ഇന്ന് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരേണ്ടത് എന്തിനു വേണ്ടിയാണ്? നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംക്ഷിപ്പീൻ. ആഹാരം തിരക്കി ചെല്ലുന്ന വ്യക്തികൾക്ക് ദൈവം എന്ത് ചെയ്തില്ല? ആഹാരം കൊടുത്തില്ല. എന്നാൽ പ്രസംഗം കേൾക്കാൻ ചെന്നവർക്ക് കർത്താവ് എന്ത് കൊടുക്കുന്നു? ആഹാരം കൊടുക്കുന്നു. അവരുടെ നീഡിൻ്റെ സമയത്ത് കർത്താവ് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇന്നൂടി ഇവർക്ക് ഭക്ഷണം കൊടുത്താൽ ഉണ്ടല്ലോ, പിന്നെ കൈകൊണ്ട് മെയ് ചൊറിയാത്ത പാർട്ടികളായി പോകുമാർ. ചാരിറ്റിയുടെ ഒക്കെ പലപ്പോഴും ഉണ്ടാകുന്ന വലിയ പ്രശ്നം ഇതാണ്. ചാരിറ്റിയുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഞാൻ ആഫ്രിക്കയിൽ ഒത്തിരി കാണുന്നുണ്ട്. അതുകൊണ്ടുകൂടെ പറയുന്നത്, ഓരോ അനുഭവങ്ങളാണല്ലോ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ചാരിറ്റി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു മനുഷ്യനെ അധ്വാനത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയല്ല, അധ്വാനിക്കുന്നവന് ജീവിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതാണ് വാസ്തവത്തിൽ എന്ത് പറയുന്നത്? ചാരിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ അധ്വാനിക്കാതെ ജീവിക്കാൻ മനുഷ്യനെ സഹായിക്കുന്നതല്ല ചാരിറ്റി. അധ്വാനിക്കുന്നവന് എന്താണ്? ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന സാഹചര്യം അവന് ഉണ്ടാക്കി കൊടുക്കുക. അധ്വാനിക്കാൻ കഴിയാത്തവരെ എത്ര സഹായിക്കുന്നതിനകത്തും പ്രശ്നമൊന്നുമില്ല. അധ്വാനിക്കാൻ കഴിയാത്ത വ്യക്തികളെ, അത് വേറെ കാര്യം. അപ്പോൾ ചാരിറ്റി എന്ന് പറയുന്നത് ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാകരുത്. ചാരിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ജനങ്ങളെ അധ്വാനിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായിരിക്കണം. ഇവിടെ യേശു കർത്താവ് പറയുന്ന ഈ വാക്കിൻ്റെ അതിൻ്റെ ആ ഒരു ആത്യന്തികമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ കാംക്ഷിപ്പീൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ആ വാക്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ ഞാൻ തന്ന ആഹാരം അത് നശിച്ചു പോകുന്ന ആഹാരമായിരുന്നു. അത് തരാൻ ഇപ്പം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരേണ്ട വലിയ അത്യാവശ്യമൊന്നുമില്ല. 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ തന്നെ വരണമെന്നില്ല. ഇപ്പോൾ ഹേരോദാവ് നിശ്ചയിച്ചാലും 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ പറ്റും. ഹേരോദ രാജാവ് നിശ്ചയിച്ചാലും 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും. ഇനി പീലാത്തോസ് നിശ്ചയിച്ചാൽ ചിലപ്പോൾ 50,000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നിരിക്കും. റോമിലെ സീസർ നിശ്ചയിച്ചാൽ ചിലപ്പോൾ 5 ലക്ഷം പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നിരിക്കും. പക്ഷേ അവർക്ക് ആർക്കും കൊടുക്കാൻ കഴിയാത്ത ഒരു ആഹാരമുണ്ട്, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരം. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. കാര്യം വേറെ ആർക്കും അത് കൊടുക്കാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കെതിരല്ല. പക്ഷേ നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരം ആണ് യേശു കർത്താവ് നമുക്ക് ഓഫർ ചെയ്യുന്ന എക്സ്ക്ലൂസീവായിട്ടുള്ള കാര്യം. നിങ്ങൾ പറയുന്ന ഏത് ഭൗതിക കാര്യങ്ങളും നിങ്ങൾക്ക് തരാനായിട്ട് ഇപ്പോൾ യേശു കർത്താവ് ഇറങ്ങി വരേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ നിങ്ങൾക്ക് കിട്ടാൻ മാർഗമൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ പ്രതിസന്ധിയുടെ സമയത്ത് കർത്താവ് മനസ്സറിഞ്ഞ് നിങ്ങൾക്കത് തന്നെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ പറയുന്ന കർത്താവ് എനിക്കൊരു വീട് വെക്കാൻ സഹായിച്ചെന്നാ, നിങ്ങൾക്ക് മാത്രമേ ഇവിടെ തിരുവനന്തപുരത്ത് വീടുള്ളൂ, വേറെ ആർക്കും വീടില്ലയോ? അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ വീട് നിങ്ങളുടെ ഒന്നും അല്ലല്ലോ, ആണോ? അതാണ് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നതിൻ്റെ തെളിവായിട്ട് നിങ്ങൾ എടുത്തു കാണിക്കുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളെക്കാൾ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന എത്രയോ ആളുകളോടുണ്ട് നിങ്ങൾ ആലോചിക്കണം. എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരൊറ്റ കാര്യമെന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ പാപമോചനമാണ്. അത് ലോകത്തിൽ ഒരാൾക്കും ചെയ്യാൻ കഴിയുകയില്ല. നമ്മുടെ ധനസമൃദ്ധിയോ നമ്മുടെ പണമോ നമ്മുടെ വീടോ നമ്മുടെ പണമോ നമ്മുടെ ഭൗതിക അനുഗ്രഹങ്ങളോ ഒന്നും നമ്മൾ വ്യത്യസ്തരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതല്ല. അതുകൊണ്ടാണ്
പുറപ്പാട് 33 അധ്യായത്തിൽ മോശ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവെ, തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതേ. എന്നിട്ട് അതിനോടുകൂടെ പറയുന്നൊരു കാര്യം, ഞങ്ങൾ ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരെന്ന് എന്തോന്നിനാൽ അറിയാം, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? അല്ലെങ്കിൽ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന സകല സമ്പത്തിൻ്റെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഫറവോൻ അതിനേക്കാളും കൂടുതൽ സമ്പത്തില്ലേ? എന്താണ് നമ്മൾ എക്സ്ക്ലൂസീവ് ആണെന്ന്, എന്താണ് നമ്മൾ സകല ജനതകളിലും ഭൂമിയിലുള്ള സകല ജാതികളിലും വെച്ച് നമ്മൾ വിശേഷതയുള്ളവരാണെന്നുള്ളതിൻ്റെ തെളിവ് നാം അനുഭവിക്കുന്നതായ ദൈവസാന്നിധ്യമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. മറ്റുള്ളതൊക്കെ ആളുകൾക്കെല്ലാം ഉണ്ട്, പക്ഷേ നാം അനുഭവിക്കുന്നതായ ദൈവസാന്നിധ്യം ആർക്ക് മാത്രമേ ഉള്ളൂ? നമുക്ക് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരാണ് എന്നതിൻ്റെ തെളിവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഞാൻ ഈ കാര്യങ്ങളെ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് സുവിശേഷത്തിൻ്റെ എംഫസിസ് മാഞ്ഞു പോകുന്നതാണ് പല പ്രസംഗങ്ങളിലും നമ്മൾ കാണുന്നത്. ഇവിടെ അതുകൊണ്ടാണ് യേശു കർത്താവിനെ മത്തായി പരിചയപ്പെടുത്തുമ്പോൾ തന്നെ പറയുന്ന അവൻ്റെ ഒന്നാമത്തെ കാര്യം, അവൻ്റെ പേര് യേശു എന്നാണ്. അവൻ രക്ഷകനാണ്, യഹോവയാണ് രക്ഷകൻ, അവൻ വിമോചകനാണ്. പക്ഷെ എന്തിൽ നിന്നാണ് അവൻ നിങ്ങളെ വിമോചിപ്പിക്കുന്നത്, രക്ഷിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. എന്തിൽ നിന്ന്? അവനവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. സോ യേശുവിനെ നമ്മൾ വിമോചകനായി തിരിച്ചറിയുന്നു. മത്തായി പരിചയപ്പെടുത്തുന്നത് തന്നെ എന്താണ്? വിമോചകനായ യേശു. ഇനി അടുത്തതായിട്ട് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിനെ വിമോചകനായി പരിചയപ്പെടുത്തിയിട്ട് അടുത്തതായിട്ട് യേശുവിനെ പരിചയപ്പെടുത്തുന്നത് രാജാവ് എന്ന നിലയിലാണ്. ഹീ ഈസ് ദ റിഡീമർ ആൻഡ് ഹീ ഈസ് ദ കിങ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട രസകരമായ ഒരു കാര്യമുണ്ട്. ഈ കിഴക്ക് നിന്നുള്ള വിദ്വാൻമാർ യെരുശലേമിൽ വന്ന് ചോദിക്കുന്ന ചോദ്യം, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്നാണ്. ലോകത്തിൽ രാജകുമാരന്മാരായി പിറന്ന ഒത്തിരി പേരുണ്ട്. നമ്മളിന്ന് പറയുന്ന കിങ്സ് എല്ലാം എങ്ങനെയാണ് ജനിച്ചത്? രാജകുമാരന്മാരായിട്ടാണ്. പക്ഷേ രാജാവായിട്ട് ആരും പിറന്നിട്ടില്ല. അത് യേശു മാത്രമേ ഉള്ളൂ. ഒരാളൊരു ഗ്രാമത്തിൽ ചെന്നിട്ട് ചോദിച്ചു, ഇവിടെ മഹാന്മാരാരെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്ന്. അവിടെ പറഞ്ഞു, ഇല്ലല്ലോ, ഇവിടെ എല്ലാം ജനിച്ചതെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു. പിന്നെ അവരിൽ ചിലരൊക്കെ മഹാന്മാരായിട്ടുണ്ടെന്നുള്ളൂ. പക്ഷേ ജനിച്ചതാരും ആരായിട്ടല്ല. മഹാന്മാരായിട്ട് ആരും എന്ത് ചെയ്തിട്ടില്ല? ജനിച്ചിട്ടില്ല. ജനിച്ചത് എങ്ങനെയാണ്? സ്മോൾ ബേബ്സ്, ഇൻഫൻസ്. എന്നാൽ യേശുവിൻ്റെ കാര്യത്തിൽ അവനെക്കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്നതായ വിശേഷണപദം എന്താണ്? യഹൂദന്മാരുടെ രാജകുമാരനല്ല, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കണ്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ മത്തായി ആദ്യം വിമോചകനായി പരിചയപ്പെടുത്തി രണ്ടാമത് പറയുന്നത് എന്താണ്? ഹീ ഈസ് നോട്ട് ജസ്റ്റ് എ റിഡീമർ, ഹീ ഈസ് എ കിങ്. വിമോചകൻ വിടുവിക്കുന്നു, രാജാവ് ചെയ്യുന്നത് വിടുവിക്കുകയല്ല, രാജാവ് ചെയ്യുന്നത് ഭരിക്കുകയാണ്. അപ്പോൾ വിമോചകനും വിടുവിക്കുന്നവനും ഭരിക്കുന്നവനുമാണ് യേശു എന്ന് മത്തായി നമ്മളെ ഓർപ്പിക്കുകയാണ്. ഈസ് നോട്ട് ജസ്റ്റ് എ റിഡീമർ. അവൻ വിടുവിച്ച് എവിടെയെങ്കിലും കൊണ്ടിടുകയല്ല, വീണ്ടെടുത്തവൻ വിടുവിച്ചിട്ട് വഴിയിലിട്ടേച്ച് പോവുകയല്ല, വീണ്ടെടുത്ത് അവൻ്റെ രാജ്യത്തിലേക്ക് അവൻ ആക്കി അവൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഹി ഈസ് ഗോയിങ് ടു റൂൾ ഓവർ യു. നിങ്ങളുടെ മേൽ ഭരണം നടത്താനായിട്ട് അവൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇവർ കൊടുക്കുന്നതായ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു, വീണു, അവനെ നമസ്കരിച്ചു, നിക്ഷേപപാത്രങ്ങൾ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. അവരുടെ കാഴ്ചകളുടെ അല്ലെങ്കിൽ അവന് പ്രസൻറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഈ വിശേഷ വസ്തുക്കളുടെ കാര്യം അത് വളരെ സിമ്പിളൈസ് ചെയ്തിരിക്കുകയാണ്. പല കാര്യങ്ങളെ സിംബൽസ് അല്ലെങ്കിൽ സൈൻ എന്താണെന്ന് ചോദിച്ചാൽ, ഗോൾഡ്, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഫോർ ദ കിങ്. പൊന്ന് എന്ന് പറയുന്നത് രാജാവിന് നൽകുന്ന പൊന്ന് ഒരു കാഴ്ച വസ്തുവായിട്ടാണ് പറയുന്നത്. ദാറ്റ് ഷോസ് ദാറ്റ് ജീസസ് ഈസ് ദ കിങ്, അവൻ രാജാവാണ്. എന്നാൽ അതേസമയം കുന്തിരുക്കം എന്ന് പറയുന്നത് ഒരു പ്രീസ്റ്റിന് കൊടുക്കുന്നതായ, ഇറ്റ് സേസ് ദാറ്റ് ഹി ഈസ് എ പ്രീസ്റ്റ്. അപ്പോൾ പൊന്ന് രാജാവിനും കുന്തിരുക്കം
പ്രീസ്റ്റിനും അല്ലെങ്കിൽ പുരോഹിതനുമുള്ളതാണ്. ജീസസ് ഈസ് ദ കിങ് ആൻഡ് ഹീ ഈസ് ദ പ്രീസ്റ്റ്. ഹീ ഈസ് ദി ഹൈ പ്രീസ്റ്റ്. ഹീ ഈസ് ദ ഹൈ പ്രീസ്റ്റ്. അവൻ മഹാപുരോഹിതനാണ്. ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തത്തക്ക രീതിയിൽ മത്തായി അതിൻ്റെ നറേഷൻ നമുക്ക് നൽകുകയാണ്. ആൻഡ് ഓൾസോ അവസാനം പറയുന്ന മീർ അല്ലെങ്കിൽ പൊന്നും കുന്തിരുക്കവും മൂരും. അവിടെ മൂറ് എന്ന് പറയുന്ന ഈ ഇത് ഇറ്റ്സ് എ ഗിഫ്റ്റ് ഫോർ ദ വൺ ഹു ഈസ് ടു ഡൈ, അല്ലെങ്കിൽ ശവസംസ്കാരത്തിനാണ് വാസ്തവത്തിൽ എന്ത് ഉപയോഗിക്കുന്നത്? മൂറ് അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതായ ഒരു സുഗന്ധ വസ്തുവായിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ Matthew says he is the king, he is the high priest, and also he came to die. അവൻ മരിക്കാൻ വേണ്ടി വന്നവനാണ്, അവൻ രാജാവാണ്. he is the king. അങ്ങനെ യേശു രാജാവായതുകൊണ്ട് ആ രാജാവിൻ്റെ നയപ്രഖ്യാപനമായിട്ടാണ് യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നീ യോഗ്യൻ അതിവിശുദ്ധൻ, കേരുവിന്മേൽ വസിക്കുന്നോനേ, താഴ്മയുടെ യാഗമായി തിരുമുൻപിൽ വണങ്ങിടുമ്പോൾ ആത്മസൗഖ്യം ഏകി നീ അടിയാരെ പോഷിപ്പിക്കാം. യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയേ കൂടിയിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോം, യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. മുഖമടിയാർ തേടിടുമ്പോൾ അകൃത്യം നീ പൊറുക്കേണമേ. ദേശമെങ്ങും സൗഖ്യം നേടി പ്രാണനാഥനെ ഉയർത്തിയിടുമേ. സ്വർഗകനാൻ ചേരുവോളം അങ്ങേ ചുമലിലായി വഹിക്കണമേ. യഹോവ റാഫ, യഹോവ ശമ്മ, ഉന്നതൻ നീയേ കൂടിയിരിക്കുന്നു. യഹോവ റാഫ, യഹോവ ശാലോം, യാഹേ നീ മാത്രം സൗഖ്യമേകുന്നു. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ ഈരേ. യഹോവ റാഫ, യഹോവ ശമ്മ, യഹോവ നീസി, യഹോവ